നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഒറ്റ നല്ല വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റീൻ്റെ ഹൃദയഭാഗത്ത് വീട് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് പർച്ചേസ് ചെയ്ത് അതിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായ വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു യൂസ്ഡ് വീടാണ്. നമുക്കൊരു 5 വർഷം പഴക്കമുള്ള ചുടുകട്ടയിൽ പണി ചെയ്ത നല്ല മനോഹരമായ ഒരു വീടാണ് നമുക്കിത് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ പറയാം. 5,600 സെൻറ്റ് സ്ഥലത്ത് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ പണി ചെയ്ത 3 ബെഡ്റൂം നമുക്ക് ഈ വീടിനുണ്ട്. അത് പോയിട്ട് നമുക്കൊരു സെർവൻറ്റ് ബാത്റൂം ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിത് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കരമനയ്ക്ക് സമീപം തളിയല എന്നുള്ള സ്ഥലമാണ്. കരമന ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തളിയല എന്നുള്ള സ്ഥലം നമുക്ക് വരും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു മനോഹരമായ വീട് നമുക്ക് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഒരു വീടിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. PRS ഹോസ്പിറ്റൽ ഇതിൻ്റെ അടുത്താണ് നമുക്ക് വരുന്നത്. PRS ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ വീടിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കോമ്പൗണ്ട് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ഗേറ്റ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിംഗ് ഗേറ്റുമാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതിൽ ഈ കാണുന്ന ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും ഇത് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഫുള്ളി നമുക്ക് ടൈൽസും കാര്യങ്ങളും ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് തന്നെയാണ് നമുക്ക് വീടിന് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ പൊസിഷൻ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വാസ്തുപ്രകാരം തന്നെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് കംപ്ലീറ്റ് നമുക്ക് ചുടുകട്ടയിലാണ് പണിതിട്ടുള്ളത്. ചുടുകട്ട അതുപോലെ തേക്കിൻ തടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5,600 സെൻറ്റ് സ്ഥലത്ത് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി 2 ബെഡ്റൂം നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 1 ബെഡ്റൂം നമുക്ക് വരുന്നത് മുകളിലത്തെ ഏരിയയിലാണ്. അപ്പോൾ ഈ മുകളിലോട്ട് പോകാനുള്ള സ്പേസ് നമുക്ക് ഇതുവഴിയാണ് മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ആ ഒരു റൂമിൽ മാത്രം വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു സെർവൻറ്റ് ബാത്റൂം നമുക്ക് പുറത്ത് വരുന്ന ഒരു ഏരിയയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ സെർവൻറ്റ് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജും ഒരു എലാബറേഷനും കാര്യങ്ങളായിട്ട് നമുക്ക് വരുന്ന കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നേരെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ മനോഹരമായൊരു സിറ്റൗട്ടും കാര്യങ്ങളും തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായൊരു സിറ്റൗട്ട് സ്ക്വയർ രീതിയിലുള്ളൊരു സിറ്റൗട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. 7x7 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ട് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എൻട്രൻസിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റൗട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റൗട്ടിൽ തന്നെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഒരു സ്റ്റീൽ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ ചുമര് മുഴുവൻ നമുക്ക് നല്ല കരിങ്കല്ലിൻ്റെ ഇതിലുള്ള ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു അട്രാക്ഷൻ തരുന്ന ഒരു സംഭവം നമുക്കിവിടെ ഈ ഒരു ടൈൽസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ നമുക്ക് കംപ്ലീറ്റ് തേക്കിൻ തടിയിലാണ് പണി ചെയ്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യവും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഡോർ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒറ്റ സിംഗിൾ പാളിയായിട്ട് വരുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീണ്ടും ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടെല്ലാം കയറി നല്ല അകത്തോട്ട് വരുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത്ര നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അതേ പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് കംപ്ലീറ്റ് ചുടുകട്ടയിലാണ്. ഫുൾ തേക്കിൻ്റെ പണിയും കാര്യങ്ങളാണ് നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് കാര്യങ്ങളാണ് ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. 20x25 നമുക്ക് ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ നമുക്ക് പണി ചെയ്ത് തീർത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഹാളിൽ പണി ചെയ്ത് തീർത്ത ഇത് കാണാൻ പറ്റും. ഫോൾ സീലിംഗ് അല്ല, ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് ആണ്. പ്ലസ് 2 സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് സ്പീക്കേഴ്സൊക്കെ വയ്ക്കാനുള്ള ഒരു ബോക്സ് കാര്യങ്ങളും ഈ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ 4 കോർണറിലായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം
ചെയ്ത് തീർത്തിട്ടാണ് നമുക്ക് സ്പീക്കേഴ്സ് വയ്ക്കാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ലീവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു പൂജാമുറി നമുക്കിവിടെ വരുന്നതും. അപ്പോൾ ഈ കാണുന്നതാണ് വീട്ടിൽ വരുന്നൊരു പൂജാമുറി എന്ന് പറയുമ്പോഴത്തേക്കും വീട് കംപ്ലീറ്റ് ആയിട്ട് നല്ല വാസ്തുപ്രകാരം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത ഡോറും കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു പൂജാമുറിയുടെ ഫ്രണ്ടിൽ വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ വരുന്ന ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയുടെ പാർട്ടീഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈനിലെ മോഡലിലെ ഒരു പാർട്ടീഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 8x10 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷോക്കേസും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നതും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചണെല്ലാം നമുക്ക് എൽ ഷേപ്പ് മോഡലിലാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചണാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിമ്മിനി ഉൾപ്പെടെ നമുക്കിവിടെ ഓൾറെഡി വരുന്നുണ്ട്. ഒരുപാട് സ്പേസിനായിട്ട് തന്നെ ക്യാബിനറ്റ്സും കാര്യങ്ങളും മുകളിലും താഴെയുമായിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നല്ല മോഡുലാർ രീതിയിലുള്ള കിച്ചൺ വർക്ക് തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ കോമൺ രീതിയിൽ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചണാണ് ഇത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറുതായിട്ടൊരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് തൊട്ട് മുകളിലായിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. തൊട്ട് ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ചെറിയ സിങ്കും അതുപോലെ ടാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബാക്ക് യാർഡ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്ക് സ്പേസിലെ ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ. നമുക്ക് നേരെ വീടിൻ്റെ ഈ ഒരു ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 10x11 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ വാൾഡ്രോബ്സും അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിൽ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾഡ്രോബ്സാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു റൂമിനോട് ചേർന്ന് വരുന്ന അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ കാണുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 16x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം. നമുക്ക് നല്ല വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്ക് വരുന്നുണ്ട്. നമുക്കൊരു കമ്പ്യൂട്ടറും ടേബിളും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വരുന്ന നമുക്കൊരു ഏരിയയാണ്. മോണിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാൾഡ്രോബ്സ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അതിനുള്ള ഔട്ടും കാര്യങ്ങളും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു റൂമിലെ നല്ല മനോഹരമായ ഒരു വാൾഡ്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഈ ഒരു റൂമിലും വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. ഫ്ലോറിങ് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ള ഗ്രിപ്ഡ് ടൈൽസാണ്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗത്താണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം. അപ്പോൾ അത് ആ ഒരു മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകാനുള്ള എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീടിൻ്റെ പുറത്തിറങ്ങി അതുവഴി സ്റ്റെയർ വഴി നമുക്ക് കയറാൻ പറ്റുന്ന ഒരു രീതിയിൽ ആണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ മുകളിലത്തെ ഒരു ബെഡ്റൂമിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ട് സൈഡിലായിട്ട് തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അതിനുള്ള ഔട്ടും അതിനുള്ള പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും
വീടിൻ്റെ 3rd ബെഡ്റൂമിലോട്ട് നമുക്ക് ആക്സസ് ആണ്. അപ്പോൾ സ്റ്റെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് പണി ചെയ്തിരുന്നത്. ഇത് നമ്മളെ മെയിൻ ടെറസും കാര്യങ്ങളാണ് ഈ ഒരു വീടിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇത്രയും വലിയ ഒരു ടെറസിൻ്റെ ഏരിയയിലാണ് നമുക്ക് ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നത്. ഇത് ആക്ച്വലി നമുക്കൊരു വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 16x14 ഡയമെൻഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമും നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ടൈൽസ് എല്ലാം നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് റൂം ഇവിടെ ഉള്ളത് കാരണം നമുക്കിവിടെ ഒരു കിച്ചണോ അല്ലെങ്കിൽ ഒരു റൂം കൂടെ ഇറക്കാനുള്ള സ്പേസും അതുപോലെ ഒരു കിച്ചണും നമുക്ക് പണിയാനുള്ള സ്പേസുണ്ട്. അങ്ങനെ നമുക്കത് പണി ചെയ്യുവാണെങ്കിൽ നമുക്കിത് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് നമുക്ക് പുറത്തുനിന്നാണ് ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ള എൻട്രൻസും കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ഇത്രയും നമുക്ക് സ്പേസ് മുകളിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല മനോഹരമായ ഒരു കരമന തളിയൽ എന്നുള്ള സ്ഥലത്ത് ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് കിട്ടുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് ഞാനീ പറയാൻ പോകുന്നത്. നമുക്കിത് 5,600 സെൻറ്റ് സ്ഥലത്ത് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം നമുക്ക് നിലവിൽ വരുന്നുണ്ട്. ചുടുകട്ടിൽ പണി ചെയ്ത നല്ല തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ്. നമുക്കിതിൻ്റെ ചോദ്യം നമുക്ക് 1,30,00,000 നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു കരമന തളിയൽ എന്നുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ തന്നെ സെൻറ്റിന് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഫെയർ വാല്യൂ പ്രൈസാണ് നമുക്കിവിടെ ഈ ഒരു വീടിന് ചോദിക്കുന്നത് തന്നെ. 1,30,00,000 ഈ ഒരു പറഞ്ഞ പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീട് വന്ന് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ടോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. വീട് പർച്ചേസ് ചെയ്യാൻ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.